The next topic is causes of failure of wears on permeable soil. Permeable soil wear ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യും അതാണ് നോക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, ചിലപ്പോൾ essay question ആയിട്ട് ചോദിക്കും. First is piping. There are four major causes of failure of wears, among which the first one is piping. Water seeps under base of the wears founded on permeable soil. അതായത് permeable soil വെച്ചിരിക്കുന്ന വിയറിന്റെ ബേസിന്റെ താഴെ കൂടെ എന്താണ് വാട്ടർ സീപ്പ് ചെയ്യും. There is seepage below under the base of wears founded on permeable soil. So when flow lines emerge out at the downstream end of impervious floor of the weir, അതായത് വിയറിന്റെ ഡൗൺസ്ട്രീം എൻഡിലുള്ള impervious ഫ്ലോറിന്റെ വെളിയിലോട്ട് ഫ്ലോ ലൈൻസ് എമർജ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഓർ എക്സിറ്റ് ഗ്രേഡിയന്റ് മേ എക്സിറ്റ് എ സർട്ടൻ ക്രിട്ടിക്കൽ വാല്യൂ. അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂവിനെയും സോയിലിന്റെ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ സർഫസ് സോയിൽ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ആൻഡ് ഇസ് വാഷ്ഡ് അവേ ബൈ പെർക്കുലേറ്റിംഗ് വാട്ടർ. അങ്ങനെയുള്ള കേസിൽ സർഫസ് സോയിലിനകത്ത് ബോയിലിംഗ് ഉണ്ടാവും. ബോയിലിംഗ് ഉണ്ടായിട്ട് അത് പെർക്കുലേറ്റിംഗ് വാട്ടർ കൊണ്ട് washed away off. Percolate in the water കൊണ്ട് washed away off. So with the removal of surface soil, there is further concentration of flow lines into the resulting depression. ഈ surface soil percolating water കാരണം washed away ആവും. So surface soil remove ആവുമ്പോൾ എന്താണ് അവിടെ വരുന്ന flow linesന്റെ concentration കൂടും. അപ്പോൾ flow linesന്റെ concentration കൂടുമ്പോൾ എന്താണ് കൂടുതൽ സോയിൽ പിന്നെയും റിമൂവ് ആവും. സോ ദിസ് പ്രോസസ് ഓഫ് ഇറോഷൻ ദസ് പ്രോഗ്രസീവ്ലി വർക്ക്സ് ബാക്ക്വേർഡ്സ് ടുവേർഡ്സ് ദി അപ്സ്ട്രീം. സോ ഈ ഇറോഷൻ പ്രോസസ് ഇനി അപ്സ്ട്രീമിലോട്ട് പ്രോഗ്രസീവ്ലി വരും ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ചാനൽ ഓർ എ പൈപ്പ് അണ്ടർനീത്ത് ദ ഫ്ലോർ ഓഫ് വിയർ. സോ അങ്ങനെ അപ്സ്ട്രീമിലോട്ട് ഇറോഷൻ പ്രോസസ് പ്രോഗ്രസീവ്ലി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ചാനൽ ഓർ പൈപ്പ് അണ്ടർനീത്ത് ദ ഫ്ലോർ. വിയറിന്റെ ഫ്ലോറിന്റെ താഴെ ഒരു ചാനലോ പൈപ്പോ ഫോം ചെയ്യും, കോസിങ് ഇറ്റ്സ് ഫെയിലിയർ. അങ്ങനെയാണ് പൈപ്പിംഗ് കാരണം പെർമിയബിൾ സോയിൽ ഇരിക്കുന്ന വിയറിൽ ഫെയിലിയർ ഉണ്ടാകും. സോ എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. വാട്ടർ സീപ്സ് അണ്ടർ ബേസ് ഓഫ് ദ വിയർസ്. പെർമിയബിൾ സോയിലിൽ ഇരിക്കുന്ന വിയറിന്റെ ബേസിന്റെ അടിയിൽ കൂടെ വാട്ടർ സീപ്പ് ചെയ്യും. Water seeps under base of the weir. വിയറിന്റെ ബേസിന്റെ അടിയിൽ കൂടെ വാട്ടർ സീപ്പ് ചെയ്യും. സോ വാട്ടർ സീപ്പ് ചെയ്യുമ്പോൾ എന്താണ്? when flow lines emerge out at the downstream end, hydraulic gradient or exit gradient exceeds the critical value for soil. സോ ഡൗൺസ്ട്രീം ഇംപർവിയസ് ഫ്ലോറിന്റെ ഡൗൺസ്ട്രീം എൻഡിലൂടെ ഫ്ലോ ലൈൻസ് ഇമേജ് ചെയ്യുമ്പോൾ വെൻ ഫ്ലോ ലൈൻസ് ഇമേജ് out at downstream end of impervious floor, floor it hydraulic gradient അല്ലെങ്കിൽ exit gradient exceeds critical value for soil. അതായത് ഇംപർവിയസ് ഫ്ലോറിന്റെ ഡൗൺസ്ട്രീം എൻഡിലൂടെ ഫ്ലോ ലൈൻസ് ഇമേജ് ഔട്ട് ചെയ്യുമ്പോൾ സോയിലിന്റെ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്യുന്നു അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ എക്സിറ്റ് ഗ്രേഡിയന്റ്. സോ എന്ത് സംഭവിക്കുന്നു? സർഫസ് സോയിൽ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സർഫസ് സോയിൽ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. സർഫസ് ഓയിൽ ബോയിൽ ചെയ്യാൻ തുടങ്ങും.
and is washed away by percolating water. Then it is washed away by percolating water. So ഈ സർഫസ് സോയിലിനെ പെർകോലേറ്റിംഗ് വാട്ടർ വാഷ് ചെയ്ത് കളയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? There is further concentration of flow lines and still more soil is removed. അപ്പോൾ എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? There is further concentration of flow lines. അപ്പോൾ more soil is removed. കൂടുതൽ സോയിൽ റിമൂവ് ആകും. അപ്പോഴെന്ത് സംഭവിക്കും? സോ അത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്തോറും ഇറോഷൻ എങ്ങനെയാണ്? അപ്സ്ട്രീമിലോട്ട് പ്രോഗ്രസ് ചെയ്യും. Therefore, erosion progressively works towards upstream. So erosion upstreamiloട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? It results in formation of channel or pipe. ഒരു ചാനലോ പൈപ്പോ ഫോം ചെയ്യും അണ്ടർ ദ ഫ്ലോർ. വിയറിന്റെ ഫ്ലോറിന്റെ താഴെ ഒരു ചാനലോ പൈപ്പോ ഫോം ചെയ്യും. ഇറോഷൻ പ്രോസസ്സ് അപ്സ്ട്രീമിലോട്ട് തിരിച്ച് ബാക്ക്വേർഡ്സ് ടുവേർഡ്സ് അപ്സ്ട്രീം പ്രോഗ്രസ് ചെയ്യും തോറും എന്താണ്? വിയറിന്റെ ഫ്ലോറിന്റെ അടിയിൽ ഒരു ചാനലോ പൈപ്പോ ഫോം ചെയ്യും. അതാണ് അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വിയറിന് ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ ഇതിന് രണ്ട് റെമഡീസ് ഉണ്ട്. ഇത് തടയാൻ വേണ്ടിയുള്ള രണ്ട് റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്. അതായത് ഇതിന്റെ റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് സഫീഷ്യന്റ് ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ സോ ദാറ്റ് പാത്ത് ഓഫ് പെർക്കുലേഷൻ ഇസ് ഇൻക്രീസ്ഡ് ആൻഡ് എക്സിറ്റ് ഗ്രേഡിയന്റ് ഇസ് ഡിക്രീസ്ഡ്. ഒരു റെമഡി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് sufficient length for impervious ഫ്ലോറിന് സഫീഷ്യന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. സോ ഇംപെർവിയസ് ഫ്ലോറിന് സഫീഷ്യന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പാത്ത് ഓഫ് പെർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? പാത്ത് ഓഫ് പെർക്കുലേഷൻ increases, അതുപോലെ exit gradient decreases. Exit gradient decreases. അതായത് ഫ്ലോറിന്റെ ലെങ്ത് കൂടുന്തോറും പെട്ടെന്ന് ഇത് അപ്സ്ട്രീം വരെ എത്തത്തില്ല. അതാണ് പാത്ത് ഓഫ് പെർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. പാത്ത് ഓഫ് പെർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, എക്സിറ്റ് ഗ്രേഡിയന്റ് കുറയുകയും ചെയ്യും. Path of percolation increase ചെയ്യുകയും ചെയ്യും, exit gradient കുറയുകയും ചെയ്യും. Now, second remedial measure is providing pilot downstream. Downstream endil ഒരു പൈല് പ്രൊവൈഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് പൈപ്പിംഗ് വെച്ച് ഉണ്ടാകുന്നത്. അതായത് പൈപ്പിംഗ് എങ്ങനെയാണ് വിയറിന്റെ ഫെയിലിയറിന്റെ ഒരു കാരണമാകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. Now, second is rupture of floor due to
Second is rupture of floor due to uplift. Uplift കാരണം ഫ്ലോറിൽ rupture ഉണ്ടാകും. It is again a cause of failure of wears on permeable soil. എങ്ങനെയെന്ന് നോക്കാം. If the weight of floor is insufficient to resist uplift pressure, floor may burst and effective length of impervious floor is thereby reduced. അതായത് if weight of floor is insufficient to resist uplift pressure, വിയറിലെ ഫ്ലോറിൽ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന്റെ ഫ്ലോറിന്റെ വെയിറ്റിന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലോർ മേ ബർസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ ഇസ് റെഡ്യൂസ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോർ മേ ബർസ്റ്റ്, അതോടൊപ്പം തന്നെ അതിന്റെ ഇഫക്റ്റീവ് ലെങ്തും റെഡ്യൂസ്ഡ് ആവും. Effective length is reduced. Floor burst ചെയ്യുകയും ചെയ്യും, effective length കുറയുകയും ചെയ്യും. So നമ്മൾ എന്ത് ചെയ്യണം? So the final failure however is due to reduction of effective length with the consequent increase in exit gradient. അപ്പം weight of floor uplift pressure-നെ resist ചെയ്യാൻ insufficient ആണെങ്കിൽ floor burst ചെയ്യാം, effective length കുറയും. ഫ്ലോർ ബർസ്റ്റ് ചെയ്യും, ഇഫക്റ്റീവ് ലെങ്ത് കുറയും. അപ്പോൾ ഫൈനലി വിയറിന്റെ ഫെയിലർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ലെങ്ത് കുറയുന്നത് കാരണം there is consequent increase in exit gradient. So ഇത് കാരണം there is increase in exit gradient. So അതാണ് വിയറിന്റെ ഫെയിലർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അതായത് വിയറിന്റെ ഫ്ലോറിന് അപ്ലിഫ്റ്റ് പ്രഷർ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഫ്ലോർ ബർസ്റ്റ് ചെയ്യും. ഇഫ് ദ വെയിറ്റ് ഓഫ് ഫ്ലോർ ഇസ് നോട്ട് സഫിഷ്യന്റ് ടു റെസിസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ റെസിസ്റ്റ് ചെയ്യാനുള്ള വെയിറ്റ് ഫ്ലോറിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോർ ബർസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്ലോർ ബർസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫ്ലോർ ബർസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇംപെർവിയസ് ഫ്ലോറിന്റെ ഇഫക്റ്റീവ് ലെങ്ത് കുറയും. ഇനി ഇംപെർവിയസ് ഫ്ലോറിന്റെ ഇഫക്റ്റീവ് ലെങ്ത് കുറയുന്നത് കാരണം എക്സിറ്റ് ഗ്രേഡിയന്റ് കാര്യമായിട്ടും ഇൻക്രീസ് ആവും. എക്സിറ്റ് ഗ്രേഡിയന്റ് ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ് വിയേഴ്സ് ഫെയിൽ ആവുന്നത്. സോ ഇതിനകത്തുള്ള റെമഡിയൽ മെഷേഴ്സ്, റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് പ്രൊവൈഡിങ് ഇംപെർവിയസ് ഫ്ലോർ ഓഫ് സഫിഷ്യന്റ് ലെങ്ത്. പ്രൊവൈഡിങ് ഇംപെർവിയസ് ഫ്ലോർ ഓഫ് sufficient length. Second is providing impervious floor of appropriate thickness at various points. Providing impervious floor of appropriate thickness at various points. അതായത് പല ഭാഗത്തും അതിന് ആവശ്യമായ അപ്രോപ്രിയേറ്റ് തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ തേർഡ് ഇസ് പ്രൊവൈഡിങ് പൈലറ്റ് അപ്സ്ട്രീം so that uplift pressure to the downstream is reduced. ഡൗൺസ്ട്രീമിൽ വരുന്ന അപ്ലിഫ്റ്റിനെ കുറയ്ക്കാനായിട്ട് അപ്സ്ട്രീം എൻഡിൽ പൈല് കൊടുക്കാം. അതും ഒരു റെമഡിയാണ്. സോ റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ്. അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഉള്ള വെയിറ്റ് ഫ്ലോറിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോറിന് എന്ത് സംഭവിക്കും? ഫ്ലോർ ബേസ്റ്റ് ചെയ്യും. ഫ്ലോർ ബേസ്റ്റ് ചെയ്താലോ അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് കുറയും. സോ ഇഫക്റ്റീവ് ലെങ്ത് കുറയുന്ന കാരണം എന്താണ്? എക്സിറ്റ് ഗ്രേഡിയന്റ് കൂടും. എക്സിറ്റ് ഗ്രേഡിയന്റ് കൂടുന്നതുകൊണ്ടാണ് വിയർ ഫെയിൽ ആവുന്നത്.
Now the third cause of failure is rupture of floor due to suction caused by standing wave. Rupture of floor due to suction caused by standing wave. The standing wave or hydraulic jump formed at downstream of weir causes suction which also acts in the direction of uplift pressure. അതായത് ഡൗൺ സ്ട്രീമിൽ ഉണ്ടാവുന്ന സ്റ്റാൻഡിംഗ് വേവോ ഹൈഡ്രോളിക് ജമ്പോ കോസസ് സക്ഷൻ. ഡൗൺ സ്ട്രീമിൽ ഉണ്ടാവുന്ന ഹൈഡ്രോളിക് ജമ്പോ സ്റ്റാൻഡിംഗ് വേവോ വിയറിനകത്ത് സക്ഷൻ ഉണ്ടാക്കുന്നു വിച്ച് ആക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ. വിയറിന്റെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജമ്പ് സക്ഷൻ ഉണ്ടാക്കുന്നു. ഈ സക്ഷൻ എന്താണ്? അപ്ലിഫ്റ്റ് പ്രഷറിന്റെ അതേ ഡയറക്ഷനിലാണ്. സോ ഫ്ലോർ തിക്നെസ് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ ഇറ്റ് മേ ഫെയിൽ ബൈ റപ്ചർ. സോ hydraulic jump or standing wave at downstream causes suction and suction is in same direction as of uplift. അപ്ലിഫ്റ്റിന്റെ അതേ ഡയറക്ഷനിലാണ് സക്ഷൻ. സോ ഫ്ലോർ തിക്നെസ് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ ഇറ്റ് മേ ഫെയിൽ ബൈ റപ്ചർ. ഇഫ് ഫ്ലോർ thickness is insufficient, it may fail by rupture. ഒന്നും കൂടെ പറയാം. ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന ഹൈഡ്രോളിക് ജമ്പോ സ്റ്റാൻഡിംഗ് വേവോ സക്ഷൻ ഉണ്ടാക്കുന്നു. ഈ സക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷറിന്റെ സെയിം ഡയറക്ഷൻ ആണ്. സോ ഫ്ലോർ തിക്നെസ് ഇൻസഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റപ്ചർ കാരണം ഫെയിലിയർ ഉണ്ടാവും. ഇതിൽ വരുന്ന റെമഡീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് is providing additional thickness of floor to counterbalance extra pressure due to standing wave. സ്റ്റാൻഡിംഗ് വേവ് കൊണ്ടുണ്ടാവുന്ന എക്സ്ട്രാ പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഫ്ലോറിന് അഡീഷണൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്യാം. Provide additional thickness to floor to counterbalance extra pressure. To counterbalance extra pressure due to standing wave. സ്റ്റാൻഡിംഗ് വേവ് കൊണ്ടുണ്ടാവുന്ന എക്സ്ട്രാ പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഫ്ലോറിന് അഡീഷണൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്യാം. Then second is constructing floor thickness in one concrete mass instead of masonry layers. Constructing floor thickness in one concrete mass. മേസൺറി ലെയേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാതെ ഒറ്റ കോൺക്രീറ്റ് മാസ് ആയിട്ട് ഫ്ലോർ തിക്നെസ്സിനെ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനൊരു റെമഡിയൽ മെഷർ ആയിരിക്കും. So what are the remedial measures? Either you can provide additional thickness to counterbalance extra pressure due to standing wave, or construct floor thickness in one concrete mass instead of masonry layers. So these are the two remedial measures for rupture of floor due to suction caused by standing wave.
Now the last is scour on the upstream and downstream of weir. Scour on upstream and downstream of weir. Weirന്റെ upstreamലും downstreamലും ഉണ്ടാകുന്ന scour. എങ്ങനെയാണ്? When the natural waterway of a river is contracted, water may scour the bed both at upstream and downstream of the structure. അതായത് റിവറിന്റെ നാച്ചുറൽ വാട്ടർവേ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? There are chances of scoring the bed both at upstream and downstream of structure. Then natural waterway of river is contracted. So riverന്റെ natural waterway contract ചെയ്യുമ്പോൾ എന്താണ്? Water may scour the bed both at upstream and downstream of structure. Water may scour the bed at upstream and downstream of structure. സ്ട്രക്ചറിന്റെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും വാട്ടർ എന്താണ്? ബെഡിനെ സ്കൗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. The scour holes formed may progress towards structure. So, scour holes formed may progress towards structure. ഈ സ്കൗർ ഹോൾസ് ഫോം ചെയ്യുന്നത് സ്ട്രക്ചറിന്റെ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഒന്നും കൂടെ പറയാം. റിവറിന്റെ നാച്ചുറൽ വാട്ടർവേ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? വാട്ടർ അപ്സ്ട്രീമിലും സ്ട്രക്ചറിന്റെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും ബെഡിനെ സ്കൗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെ സ്കൗറിങ് നടക്കുമ്പോൾ സ്കൗർ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് എന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ അടുത്തോട്ട് പ്രോഗ്രസ് ചെയ്യും. അങ്ങനെയാണ് സ്ട്രക്ചറിൽ ഫെയിലിയർ വരുന്നത്. Now remedy. First is taking piles at upstream and downstream end of impervious floor much below calculated floor level. Taking piles at upstream and downstream much below floor level. ഫ്ലോർ ലെവലിലും വളരെ താഴോട്ട് തന്നെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും പൈൽസിനെ എടുത്താൽ നമുക്ക് ഈ ഇതിനൊരു റെമഡിയൽ മെഷർ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് റെമഡിയൽ മെഷർ ഇസ് പ്രൊവൈഡിങ് സ്യൂട്ടബിൾ ലെങ്ത് ആൻഡ് തിക്നെസ് ഓഫ് ലോഞ്ചിങ് ഏപ്രൺസ്. Providing suitable length and thickness of launching apron. Launching apron suitable thickness length provide ചെയ്യണം. Launching apron both at upstream and downstream side so that stones of aprons may settle in scour holes.
സെക്കൻഡ് റെമഡിയൽ മെഷർ എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് ഏപ്രണിന് സൂട്ടബിൾ ലെങ്തും തിക്നെസ്സും അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും കൊടുക്കുകയാണെങ്കിൽ സ്കൗർ ഹോൾസ് ഉണ്ടാകുന്നിടത്ത് ഈ ലോഞ്ചിങ് ഏപ്രണിലെ സ്റ്റോൺസ് വന്ന് സെറ്റിൽ ചെയ്യും. സോ സ്കൗർ ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ഇയർ. അത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ റിവറിന്റെ നാച്ചുറൽ വാട്ടർ വേ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സ്ട്രക്ചറിന്റെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും വാട്ടർ ബെഡിനെ സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സ്കൗറിങ് നടക്കുമ്പോൾ സ്കൗർ ഹോൾസ് ഉണ്ടാകുന്നു. ഈ സ്കൗർ ഹോൾസ് പിന്നെ സ്ട്രക്ചറിന്റെ അകത്തോട്ട് പ്രോഗ്രസ് ചെയ്യും. അങ്ങനെയാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഇതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് പൈൽസ് അറ്റ് ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ആൻഡ് വെൽ ബിലോ ദ ഫ്ലോർ ലെവൽ. ഫ്ലോർ ലെവലിൽ നിന്നും താഴോട്ട് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പൈൽസ് കൊടുക്കാം. ആൻഡ് സെക്കൻഡ് റെമഡിയൽ മെഷർ ഇസ് പ്രൊവൈഡിങ് സ്യൂട്ടബിൾ ലെങ്ത് ആൻഡ് തിക്നെസ് ഓഫ് ലോഞ്ചിങ് ഏപ്രൺ. ലോഞ്ചിങ് ഏപ്രണിന് ആവശ്യത്തിനുള്ള ലെങ്തും തിക്നെസ്സും അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ സ്കൗർ ഹോൾസ് ഉണ്ടാകുന്നിടത്ത് ലോഞ്ചിങ് ഏപ്രണിലെ സ്റ്റോൺസ് വന്ന് ഫിൽ ആവും. These are the 4 causes of failure of weirs on permeable soil.